അവസരമുണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹൃദയത്തിലും നാവിലുമുള്ളതായ കാര്യം ദുആ ചെയ്യണം, അപേക്ഷിക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. മനസ്സിൽ വന്നാൽ ഉടനെ പറയുക, അപേക്ഷ കൊടുക്കണം. കാരണം നമുക്കറിയില്ലല്ലോ എപ്പോഴാണ് അത് സ്വീകരിക്കുക എന്നത്. നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് തന്നെ നമുക്ക് കിട്ടും. കാരണം സർവശക്തൻ അത് കേട്ടിരിക്കുന്നു. ഒരു സംശയവുമില്ല, അവനറിയാം നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അവനാണല്ലോ. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ ചോദിക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് അത് എല്ലാത്തിനുമുപരി അള്ളാഹുവിന് മുൻഗണന നൽകുന്നവ ആയിരിക്കണം. ഞാൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ ഒരുപാട് തവണ ക്ലാസ്സുകൾക്കിടയിലും ഞാൻ പറയാറുണ്ട്, അള്ളാഹു നമുക്ക് നന്മ വർഷിക്കട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, രോഗികൾക്ക് ശമനം നൽകട്ടെ, മരണപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ, ആഴത്തിലുള്ള ധാരണ നൽകട്ടെ. ആളുകൾ എന്നെ ധാരണയുള്ളവൻ എന്നാണ് വിളിക്കാറ്. കാരണം ഞാൻ എന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ചില സമയത്ത് ധാരണ ആഴത്തിലുള്ളതായിരിക്കും. ആളുകൾ പറയും, ഓ വിവരമുള്ളവൻ. പക്ഷേ സത്യത്തിൽ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് കുറച്ച് അറിവേ ഉള്ളൂ. എല്ലാം അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ പണ്ഡിതന്മാർക്ക് പോലും ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണ്. അതുകൊണ്ട് നമ്മൾ അറിയണം, അറിവിൻ്റെ കടലിൽ നീന്തി കുളിക്കണം. പഠനവും സ്വയം തിരുത്തലുകളും തുടർന്നു കൊണ്ടേയിരിക്കണം. അതേസമയം സർവശക്തനെ വിളിക്കുകയും അവനോട് ചോദിക്കുകയും വേണം. എല്ലാ സമയങ്ങളിലും, നടക്കുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും, വീട്ടിലുള്ളപ്പോഴും, പുറത്തുള്ളപ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ. യാ അള്ളാ, എൻ്റെ കുട്ടിയെയും എന്നെയും അനുഗ്രഹിക്കണമേ, തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. നിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. അതാണ് നമുക്ക് വേണ്ടത്, മാധുര്യമുള്ളത്. അള്ളാഹുവെ, ഭയത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ എന്ന് ഭയം കാരണം നാം പറയാൻ മറന്നുപോകും. പലതും തോന്നുമെങ്കിലും നാം മറന്നുപോകും. ദാരിദ്ര്യത്തിൽ നിന്നും വിഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ മറക്കും. രോഗികളെയോ വികലാംഗരെയോ കാണുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ മറന്നുപോകും. അള്ളാഹുവെ, രോഗത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. നീ തന്നതിൽ നിന്ന് നിന്നോട് ഞാൻ നന്ദി പറയുന്നു. ഇതൊക്കെയും നമുക്കെന്നും ആവശ്യമുള്ള, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വാക്കുകളാണ്. നാം നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ചോദിച്ചു കൊണ്ടിരിക്കണം. ഇതൊരു ഉപദേശമായി കണക്കാക്കാം. ഖുർആനുമായുള്ള എൻ്റെ ജീവിതയാത്രയിൽ അൽഹംദുലില്ലാഹ് ഞാൻ പലതും പഠിച്ചു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അടുക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ദുആകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായ രീതിയിൽ അധികമായി ചോദിക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിച്ച വേറെയും ചില ദുആകളുണ്ട്. ഖുർആനിൽ ഉടനീളം നമുക്കത് കാണാം. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അംബന. എൻ്റെ റബ്ബേ, ഞാൻ ഇതാണ് ചോദിക്കുന്നത്. റബ്ബേ, എനിക്ക് നല്ല സന്താനങ്ങളെ നൽകണമേ. റബ്ബേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രാർത്ഥനകളിലും റബ്ബന എന്ന് ഉപയോഗിക്കാൻ നാം എന്തുകൊണ്ട് പഠിക്കുന്നില്ല? സർവശക്തൻ നമുക്കത് നൽകും, ഇതും നൽകും. കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ, നേർമാർഗം നമുക്ക് കാണിച്ചു തരട്ടെ. അങ്ങനെ പല ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാതിലുകൾ തുറക്കട്ടെ. അതേസമയം ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഖുർആൻ ഓതുമ്പോൾ അതിനോട് ബഹുമാനം കാണിക്കണം. വൃത്തിയായിട്ട് നല്ല വസ്ത്രം ധരിച്ച് പ്രാധാന്യത്തോടെ ഓതണം.